ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് സമയം നോക്കിയാൽ തിരിയും. ഒരു മിനിറ്റ്. 11:30 ഇപ്പോൾ 12:30 അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് കളിയുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് നമ്മളെ റിയാക്ഷന് ആടുന്ന് ആടുള്ള റിയാക്ഷൻ കിട്ടുമെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും, മറ്റേ പ്രൊജക്ടർ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുക്ക് എനിക്ക് ഫ്ലാഷ് അടിച്ചിട്ട് ഇങ്ങനെ റിയാക്ഷൻ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ എന്തായാലും വീഡിയോ ചെയ്യൂ. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം എന്തായാലും ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ പിള്ളേരെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരുത്തന്നെ കൂട്ടം അയക്കില്ലല്ലോ. അതുട്ടനെ കൂട്ടം പോണ്ടേ? അതുട്ടനെ പിന്നെ ഇത് ഉപ്പാക്കുള്ള വീഡിയോ. ഉപ്പ എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പാൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ഇനി എന്താ പറയുക, ഞാൻ ചെക്കനെ കൂട്ടിയിട്ട് വരുന്നു. അന്നേരം കാണാം. അപ്പോൾ ഗൈസ്, വണ്ടിക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ സിഗ്നലിൽ വരുന്ന കുറച്ച് അന്നേരം കൊത്തുപണികളുണ്ട് കുറച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഏകദേശം എന്തായാലും വീഡിയോ എടുക്കാം. ഇതില് അഞ്ചാമത്തെ അടിയില് ഇതായിട്ടുണ്ടെങ്കിൽ മർജാൻ സൂപ്പർ. അതിലെ ബിസ്മില്ലാ. ഒന്ന് അഞ്ചാമത്തെ അടിയിലേക്ക് പറഞ്ഞേ. അതന്നെ അഞ്ചാമത്തെ അടിയിലേക്ക്. ഇനി എന്തായാലും നമുക്ക് ഓനെ കൂട്ടിയിട്ട് കാണാം. അപ്പൊ കാശ് നമ്മളിതാ കളീന്റെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ കാണിച്ചു കൊടുക്കേ. എടാ ഫ്ലാഷ് അടിച്ച് ഉളുപ്പുണ്ടാ, കാണിച്ചു കൊടുക്ക്. നമ്മളെ ഗോഗു ഉണ്ട്, പിന്നെ ആച്ചു, അതുട്ടെ. പിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം, മുഖം കാണിച്ചു കൊടുക്കേ. ഇത് ബ്രസീൽ ഫാൻ. അതാ ഗോഗു. നമ്മളിന്ന് ഇംഗ്ലണ്ട് ഫാൻസ് ആയിരിക്കും അല്ലേ ഗോഗു? സംഭവം വെച്ചാൽ പക്ഷെ നമ്മൾ അർജന്റീന റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കില് എന്താ പറയാ, കഴിഞ്ഞ കളി ഇങ്ങില്ലേ, കഴിഞ്ഞ കളി നിങ്ങളെ കളിയില് ഞാൻ എന്തേലും പറഞ്ഞത് അല്ല, മറ്റേ ജോർഡാനോടിയുള്ള ജോർഡാൻ അല്ല, എന്നേനും സലാഹിന്റെ ഈജിപ്തിന്റെ കൂടി എന്ന് പറഞ്ഞേ. ഇവർ 2 ഗോൾ അടിച്ചതിന് ശേഷം, മറ്റേ ഈജിപ്ത് 2 ഗോൾ അടിച്ചതിന് ശേഷം ഞാൻ ഇവനോട് പറഞ്ഞ് 90 മിനിറ്റ് ആട്ടെ, എന്നിട്ടാ ഞാൻ കൂവുള്ളൂ. അതുവരെ ഇവനൊരേ ഒച്ചപ്പാടേനു. എന്റെ പിന്നെ അതേപോലെ മെസ്സി നല്ല കമ്പാക്ക് എല്ലാം ഇട്ട്. അതുകൊണ്ട് ഞാനൊന്നും കൂവാത്തോണ്ട് എനിക്ക് നല്ല ഭാഗ്യായി. പിന്നെന്തായാലും നമുക്ക് ആടെ എത്തിയിട്ടാണ്. ആടെ ചെലപ്പോ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഫ്ലാഷ് അടിച്ചുകൂടാ. അതുകൊണ്ട് നോക്കട്ടെ, എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഇന്നെന്തായാലും നമുക്ക് ആടെ എത്തിയിട്ട് കാണാം. ഇതാ കളി കഴിഞ്ഞ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക്. ഇന്നത്തെ കളി എങ്ങനെയുണ്ട്? അർജന്റീന എന്തായാലും എനിക്ക് ഉറപ്പാ. എന്ന് വെച്ചാല് ഞാൻ മറ്റേ ഈജിപ്തിന്റെ കളിയില്ലേ, അന്ന് ഇതേപോലെ ഈജിപ്ത് 2 ഗോൾ അടിച്ചത് ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ. എനിക്ക് ഉറപ്പാ ഇവരെ അർജന്റീന പ്ലേയേഴ്സിനൊന്നും പേടിക്കണ്ട. ഇതില് മെസ്സി ഉണ്ടെങ്കിൽ ഞാൻ ഇവനോട് ആദ്യം പറഞ്ഞിക്ക് 90 മിനിറ്റ് ഞാന് ഒന്നും മിണ്ടൂല. അതിന്റെ 90 മിനിറ്റ് ഫൈനൽ വിസിലില് എന്തെങ്കിലും തോക്കാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കളിയാക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിക്ക് ഇവനോട്. അതേപോലെ ഇന്നും നടന്ന്. ഇന്ന് മെസ്സി 2 അസിസ്റ്റ്. അവിടെ ഒരു കൊടിയുണ്ട്. അത് നമുക്ക് ഇനി എന്തായാലും ഫൈനലില് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഗോഗ് ഇംഗ്ലണ്ട് ഒന്ന് അടിച്ചൊരു അപ്പൊ അവിടെ തുള്ളി. അന്നേരം ഞാൻ ഇവനോട് പറഞ്ഞിക്ക്, അവിടെ തുള്ളണ്ട, 90 മിനിറ്റ് കഴിയട്ടെ. ഞാൻ അന്നേരം ഇവനോട് പറഞ്ഞിക്ക് അവിടെ മെസ്സി ഉണ്ട്, ഒന്നും ഇതാക്കണ്ട. ലാസ്റ്റ് മെസ്സി തന്നെ കളിയേപ്പിച്ച്. പിന്നെ നിങ്ങളാരൊന്നും വിചാരിക്കണ്ട, ഇങ്ങനെ നമ്മള് ഇപ്പൊ ഒരു ഹെയ്റ്റ് ചെയ്തല്ല. ഇപ്പൊ എന്താ പറയാ, ഫുട്ബോളില് ഇപ്പൊ എല്ലാ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. ഇല്ല. അതെന്ന് വെച്ചാൽ ഇപ്പോ ഇവർ ഇപ്പോ എക്സാമ്പിൾ നമ്മള് പോർച്ചുഗൽ തോറ്റ്, നേരെ ഇവർ നമ്മള് കളിയാക്കും.
നേരെ അതേപോലെ ഇവർ ബ്രസീലിന് കളി ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കളിക്കും. അല്ലാണ്ട് ഇപ്പോൾ എല്ലാ ടീമിനും ഇങ്ങനെ വെറും സപ്പോർട്ട് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ വെറും എന്താ പറയുക, ഇങ്ങനെ ഒന്ന് പിടിച്ചോട്ടെ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ പോർച്ചുഗൽ ഓടിച്ച് അന്നേരം മറ്റേ ബ്രസീൽ അർജന്റീന ഇങ്ങനെ ഇട്ടു, അന്നേരം ഒരു രസം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ മറ്റേ എതിർ ടീം ഗോൾ അടിച്ചിട്ട് ഇവർ വന്നിട്ട് കൂവും. അന്നേരം നമുക്കൊരു വാശിയുണ്ടാവും, ഇങ്ങനെ നമുക്കതിന് തിരിച്ചടിക്കണമെന്ന് എഴുതുണ്ടോ. ഇത് എന്താ പറയുക, ഒരു ഫാൻ ഫൈറ്റ് എന്ന് പറയാൻ പറ്റൂല, ഒരു എന്റർടൈൻമെന്റ്. പക്ഷെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഹെൽത്തി ഫാൻ ഫൈറ്റ് അല്ലേ. ഫൈനലിൽ നമ്മളെ ബാർസലോണന്റെ മക്കള് നമ്മള് സ്പെയിന് എന്തേലും പറയാ, എസ്പാന്യ അതാ പറയുള്ളൂ. അല്ല വേറെ എന്തുകൊണ്ട് പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റേ അടിപിടി, പിന്നെ കൊടിയെല്ലാം കീറുക, മറ്റേ ഫ്ലക്സ് എല്ലാം കീറുക, എല്ലാം വേറെ ഒരു അലമ്പ് സ്വഭാവ. ഫാൻ ഫൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ കളി നടക്കുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ വായുകൊണ്ട് പ്രശ്നമില്ല. ഇതിപ്പോ തൻ്റെ കയ്യും കാലും കൊണ്ട് ഇങ്ങനെ അടി, അതെല്ലാം ഒരു ചടപ്പ് ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക. ഇനി എന്തായാലും നേരം പോകുന്ന, ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്കും ചെയ്യണം. അപ്പോൾ ഇനി നാളെ കാണാം.